ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനായിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേയിൽ പോവാം. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജ് വരും. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവാനായിട്ട് തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കിവിടെ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹോം സ്ക്രീനിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ആപ്പ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്നുള്ള താഴെയുള്ള ഓപ്ഷൻ അടിക്കാം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ID വഴി ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ അടിച്ചാലും മതി. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫോൺ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നിങ്ങളുടെ പേരും അതുപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു പേജിൽ പേരായിട്ട് വേണ്ടത് ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ആൻഡ് സിങ്ക് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ അലോ ഇൻസ്റ്റാഗ്രാം ടു ആക്സസ് യുവർ കോൺടാക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അങ്ങനത്തെ പെർമിഷൻസ് ഒക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഡേറ്റാണ് ഫസ്റ്റ് കാണുന്നത്, അതേപോലെ മന്ത് പിന്നെ ഇയർ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ യൂസർ നെയിം നിങ്ങൾക്ക് മാറ്റാം. യൂസർ നെയിം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ എന്ന് കാണിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതും കാണിക്കും, ഓപ്ഷൻസും കാണിക്കും. ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഈ താഴെ കാണിക്കുന്നത്, ഗ്രേയിൽ കാണിക്കുന്നതെല്ലാം. ഇപ്പോൾ ഞാനിവിടെ ഒരു യൂസർ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രജിസ്റ്ററിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഇതുപോലെ ഗാലറി ഓപ്പൺ ചെയ്ത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പെർമിഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് വേണ്ട ഇമേജ് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ സെറ്റായിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ബയോ കൊടുക്കാവുന്നതാണ്. എന്താണ് നമ്മുടെ പേജിന് റിലേറ്റഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കോട്ടോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആഡ് ബയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബയോഗ്രഫി ഒരു ചെറിയതായിട്ട് എന്താണ് ഈ ഒരു പേജ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ ടിക്ക് മാർക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് സേവ് ആവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിത് എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ സ്മൈലിയോ എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇതിനകത്ത്.
ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാൻ നോക്കാം. താഴെ കാണുന്ന പ്ലസ് സൈന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഗാലറിയിലുള്ള ഏത് ഇമേജാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആരോ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിലോട്ട് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് സൈസ് ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഏത് ഓപ്ഷൻസിൽ ഏതൊരു ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കിട്ടുന്ന ഫിൽറ്റേഴ്സാണ്, നിങ്ങൾ സ്പെഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ബ്രൈറ്റ്നെസ്സോ കോൺട്രാസ്റ്റോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റിനെ കുറിച്ച്, അതായത് ഈ ഇമേജ് എന്താണോ നിങ്ങൾക്ക് എഴുതാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ആൾക്കാരെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒറ്റ ഒരു ക്ലിക്കിൽ തന്നെ ടംബ്ലർ, ഫേസ്ബുക്ക്, അതേപോലെ ട്വിറ്റർ എന്നുള്ള ഓപ്ഷൻസിലേക്ക് സേവ് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ ഐഡികളെല്ലാം ഇതിനായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ പോസ്റ്റ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ പോസ്റ്റുകളും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു 3 ബട്ടൺസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യാം, വേറെ ആപ്പിലോട്ട് അത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള ഇതിലൊക്കെ ഷെയർ ചെയ്യാം, ആർക്കൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കൈവ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി കമൻറ്റ്സ് ഓഫ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് ടേൺ ഓഫ് കമൻറ്റിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അത് ആ പോസ്റ്റിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളത് പെർമിഷൻ ചോദിക്കും. അപ്പോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇമേജ് എന്തിനെ പറ്റിയിട്ടാണോ അതിനെ പറ്റിയിട്ടുള്ള ഹാഷ്ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് കൂടുതൽ റീച്ച് കിട്ടാനും അതുവഴി കൂടുതൽ പേരെ അത് എത്തിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ സെറ്റിങ്സ് ഒന്നും ഞാൻ അധികം ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല.